ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിൽ ജവാറിലാണ് കഴിഞ്ഞ ദിവസം വിമാന സർവീസുകൾ ആരംഭിച്ച നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിൽ ദശരഥന്റെ ഉപദേഷ്ടാവായിരുന്ന ജബാലി മഹർഷിയുടെ പേരിലുള്ളതാണ് ഈ സ്ഥലം. യമുന നദിയുടെ വടക്ക് കിഴക്കൻ തീരത്തുള്ള നഗരത്തിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ കഥകൾ ഏറെയുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ഏട് കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിലെ കൗതുകങ്ങളും അത് സംബന്ധിച്ച് വന്ന വാർത്തകളുമാണ്. വാർത്തകൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങളിൽ മാത്രമേ ഈ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. വാർത്തകളെ ഗൗരവത്തോടെ കാണുന്ന മാധ്യമങ്ങൾക്ക് പാൽപ്പായസമാണ് ഈ വിമാനത്താവള ഉദ്ഘാടനം. വാർത്തകളിൽ തലക്കെട്ടായി തലയെടുപ്പോടെ വന്നിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിലെത്തിയ കർഷകരിൽ ചിലരുടെ പ്രതികരണങ്ങളാണ്. ഇവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയം. വിമാനത്താവളത്തിന് ഭൂമി വിട്ടുകൊടുത്ത കർഷകർ ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. അതുപോലെ തന്നെ വിമാനത്താവളത്തിന് സ്ഥലം നൽകിയ 172 കുടുംബങ്ങളുടെ പ്രതിനിധികളെ പ്രത്യേക വിമാനത്തിൽ ഉദ്ഘാടന വേദിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അവർക്കാകട്ടെ ഉദ്ഘാടന വേദിയിലും അതുപോലെ പുറത്തും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്താൻ മാത്രമേ സമയമുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. യോഗി ആദിത്യനാഥിനാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. വിജയകരമായ ഉപജീവന മാർഗം കണ്ടെത്താനോ അതല്ലെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കാത്തവരായിരുന്നു നിർഭാഗ്യവശാൽ ജവാറിലെ കർഷകരിൽ ഭൂരിഭാഗവും. വിമാനത്താവളത്തിന് സ്ഥലം വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ഉയർന്നപ്പോഴാകട്ടെ ഭൂസ്വത്ത് തങ്ങൾക്ക് എത്രയോ വർഷങ്ങളായി തങ്ങൾ കയ്യിൽ വെച്ചു പോരുന്ന ഭൂസ്വത്ത് നഷ്ടപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞ കർഷകർ ആദ്യം മുഖം തിരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. ഭൂമി പൊന്നും വിലക്ക് ഏറ്റെടുക്കുമെന്ന് വന്നതോടെ തങ്ങൾക്ക് ലഭിക്കുക വലിയ തുകയായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഭൂമി നഷ്ടപ്പെടുത്തേണ്ടി വന്ന കർഷകർ കിട്ടിയ പണം കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ അവകാശപ്പെടുകയാണ്. നല്ല വീടുകൾ നിർമ്മിച്ചു. നല്ല വീടുകൾ എന്ന് പറഞ്ഞാൽ പോരാ, മണിമാളികകൾ തന്നെ വച്ചു പലരും. മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു എന്നും അവരിൽ പലരും ഇപ്പോൾ വലിയ നിലയിൽ എത്തിച്ചേർന്നു എന്നും ഈ ഉദ്ഘാടന സമ്മേളനത്തിലെത്തിയ ചില കർഷകർ വ്യക്തമാക്കി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ച് ഡോക്ടറായവരിൽ ഒരാളാണ് ഷിറ റാഷിദ്. യോഗി നാളത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്നാണ് ഷിറ റാഷിദിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അത് യോഗിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഈ ഡോക്ടർ. മുസ്ലിം കർഷക കുടുംബങ്ങളിൽ ഒന്നിലെ അംഗമായ ഹാജി സഫർ അദ്ദേഹം പറഞ്ഞത്, തന്നെ പോലെ വള്ളിച്ചെരുപ്പെട്ട് നടക്കുന്ന സാധാരണക്കാർക്കും യോഗി വിമാനം പ്രാപ്യമാക്കി വിമാനയാത്ര സാധ്യമാക്കി എന്നാണ്. താൻ വള്ളിച്ചെരുപ്പെട്ടാണ് വിമാനയാത്ര നടത്തിയത് എന്ന് പൊതുജന സമക്ഷം അഭിമാനപൂർവ്വം പറയുകയും ചെയ്തു. ഹാജി സഫറിന്റെ ആഗ്രഹം അടുത്ത തെരഞ്ഞെടുപ്പിലും യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയായി തുടരണമേ എന്നാണ്. ഇനി ജവാറിൽ വിമാനത്താവളം വരുന്നതിന് പിന്നിൽ വർഷങ്ങളേറെ നീണ്ട കഥകൾ പലതുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് UP മുഖ്യമന്ത്രിയായിരിക്കെ 2001 ബീജാവാപം നടന്നിട്ടുണ്ട് ഈ പദ്ധതിക്ക്. പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എങ്കിലും പിന്നീട് അധികാരമേറ്റ സമാജ്വാദി പാർട്ടി വിമാനത്താവളം ആഗ്രയിലേക്ക് മാറ്റണം, സ്ഥലം മാറ്റണം എന്ന് ആലോചിച്ചു. അതിനുള്ള കരുക്കൾ നീക്കുകയും ചെയ്തു. അതുപോലുള്ള പല പ്രശ്നങ്ങളിൽ തട്ടിനിന്ന വിമാനത്താവള നിർമ്മാണ പദ്ധതി പിന്നീട് ചൂടുപിടിച്ചത് 2017 സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചതോടെയാണ്. തുടർന്ന് 2021 തറക്കല്ലിടപ്പെട്ടു. അടുത്ത വർഷം, അതായത് 2022 തന്നെ പ്രവർത്തനക്ഷമമാവും വിധം മുന്നോട്ട് നീങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ നിർമ്മാണം കോവിഡ് ഉൾപ്പെടെ പല പ്രതിസന്ധികൾ കാരണം വൈകി. എന്തായാലും ഒടുവിൽ 2026 മാർച്ച് 6-നാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പറക്കുന്ന വിമാനങ്ങൾ ആദ്യമായി ഇവിടെ പറന്നിറങ്ങിയത്. എല്ലാം മതം നോക്കി തീരുമാനിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് നിർണായക സ്വാധീനമുള്ള കേരളത്തിൽ യോഗിയുടെ ചടങ്ങിൽ മുസ്ലിം കർഷകർ പങ്കെടുക്കുന്നു എന്നത് ദഹിച്ചെന്നു വരില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വോട്ട് ബാങ്കുകൾ സുരക്ഷിതമായി നിർത്തുന്നതിന് ഇവിടെ ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചു വരുന്നു എന്ന് നമുക്കറിയാം. കേരളം വിട്ടാൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രത്തോളം മതാധിഷ്ഠിത രാഷ്ട്രീയം കൊടികുത്തി വാഴുന്നില്ല എന്നും അറിയാം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നല്ല ഒരു ഉദാഹരണമാണ് UP ജവാറിലേത്. ഇതുകൊണ്ടൊന്നും കണ്ണു തുറക്കാത്ത ഒരു വിഭാഗം മലയാള നാട്ടിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും കണ്ണട ചിരട്ടാക്കുന്ന പല മനസ്സുകളിൽ ചിലതിൻ്റെയെങ്കിലും വാതിലുകൾ തള്ളി തുറക്കാൻ യോഗി ആദിത്യനാഥിന്റെ UPയിലെ മതനിരപേക്ഷതയുടെ ഈ ഉദാഹരണം അവസരമൊരുക്കും എന്ന് പ്രതീക്ഷിക്കാം. ഭാരതത്തിൽ മോദി ഭരണത്തിൽ ഭൂരിപക്ഷത്തിന് ഒരു നീതി,
ന്യൂനപക്ഷങ്ങൾക്ക് മറ്റൊരു നീതി എന്നെഴുതിയ പോസ്റ്റർ സദാ നെറ്റിയിൽ ഒട്ടിച്ചു നടക്കുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് മോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമായി എന്ത് ചെയ്തു, നാളിതുവരെ എന്ത് ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ സാധിച്ചിട്ടില്ല. അതിന് അവർ ശ്രമിച്ചിട്ടുമില്ല. യോഗിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ BJP NDA ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെ സ്ഥിതി. ഏതെങ്കിലും മതവിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ച് ആ വിഭാഗത്തിനെതിരെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് വല്ലതും ചെയ്തോ? BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ എന്തെങ്കിലും ചെയ്തു? അങ്ങനെ ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടോ? പൗരത്വ നിയമ ഭേദഗതി CAA, അതിനെതിരെ കൊമ്പുകുലുക്കി സമരം നടത്തിയ ഇടത് ഇസ്ലാമിക സഖ്യം നിയമ ഭേദഗതി വന്ന സമയത്ത് വലിയ പ്രക്ഷോഭവുമായി ആവേശപ്പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതല്ലാതെ ഇപ്പോൾ ഒരു എതിർപ്പും ഉയർത്തുന്നില്ലല്ലോ. ഉണ്ടയില്ല വെടിയായിരുന്നു ആ സമരമെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? CAA പേരിൽ ഏത് മതവിശ്വാസിയുമാകട്ടെ ആർക്കെങ്കിലും ഭാരതം വിടേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായോ? ഇനി തിരഞ്ഞെടുപ്പുകളിൽ BJP ജയിക്കുമ്പോൾ EVM അട്ടിമറി എന്ന പരാതിയുമായി കോൺഗ്രസ് പോലുള്ള പാർട്ടികളും ഒരു കാര്യത്തിലും സ്ഥിരതയോ വ്യക്തതയോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളും രംഗത്ത് വരുന്നത് പതിവാണ്. പക്ഷേ കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ BJP വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തിയേ എന്ന രോദനം ഉയർത്തി മുന്നോട്ട് വരാറില്ല. EVM-ൽ അട്ടിമറി നടത്തിയാണോ തിരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന ചോദ്യം കോൺഗ്രസിന്റെ മുഖത്തേക്ക് ആരും എറിയാറില്ല. BJP-യോ അല്ലെങ്കിൽ NDA-യിലെ മറ്റ് ഘടകകക്ഷികളോ എറിയാത്തത് കൊണ്ട് തന്നെ അതിന് ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം കോൺഗ്രസിനോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്കോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് SIR എന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പദ്ധതിയോട് പ്രതിപക്ഷത്തിന് അതൊരു വില്ലനാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ ബാക്കി നിർത്തുക എന്നതാണ് SIR-ന്റെ നിഷ്കളങ്കമായ ഉദ്ദേശ്യം. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസും കേരളത്തിൽ CPIM-ഉം ഒക്കെ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊന്നാണ്. BJP-ക്ക് അധികാരത്തിൽ വരാനുള്ള രഹസ്യ പദ്ധതിയാണ് SIR എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ ബംഗാളിലേക്ക് നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്തു വന്നിരുന്ന എത്രയോ വർഷങ്ങളായി ജോലി ചെയ്തു വന്നിരുന്ന അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ കുടിയേറ്റ തൊഴിലാളികൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? ബംഗാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ SIR പ്രകാരം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നും അതുവഴി പൗരത്വം നഷ്ടമാകും എന്ന വ്യാജ കഥ പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഇടത് തീവ്ര ഇസ്ലാമിക കേന്ദ്രങ്ങളാണ്. അങ്ങനെ തിരിച്ച് ബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് മടങ്ങി വന്നില്ല. എന്നാൽ ഇതും യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിജയം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറഞ്ഞത് 3 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും നിഷ്പക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തനമോ നടക്കാത്ത സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ മറ്റേത് പാർട്ടിക്കും, അത് BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPIM ആകട്ടെ, മറ്റ് ഇടത് കക്ഷികളാകട്ടെ, അവയ്ക്കൊന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത, വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ചിരുന്നു. അവിടെ ബൂത്ത് പിടുത്തം പതിവായിരുന്നു. അതുപോലെ തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന സംവിധാനം പതിവായിരുന്നു. തൃണമൂലിന്റെ ഗുണ്ടകൾ ബംഗാൾ രാഷ്ട്രീയം കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. ബംഗാൾ പോലീസ് ഏറെക്കുറെ നിഷ്ക്രിയമായിരുന്നു. അല്ലെങ്കിൽ മമതാ സർക്കാർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ബംഗാൾ പോലീസിനെ അനുവദിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ 2 തരത്തിലുള്ള ഇടപെടൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായി. ഒന്ന്, ബംഗാൾ പോലീസിനെ നിർവീര്യമാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും അങ്ങനെ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് ഇത്തവണ സാധ്യമാക്കുകയും ചെയ്തു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ ബംഗ്ലാദേശ് അതിർത്തി നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മമത ജയിക്കുന്നത് എന്ന ആരോപണം കാലങ്ങളായി ബംഗാൾ രാഷ്ട്രീയത്തിലുള്ളതാണ്. ഇത്തവണ SIR-ലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയും അങ്ങനെ യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ മാറ്റുകയും ചെയ്തു. അതിലൂടെ അവിടെ ഒരു ഭരണമാറ്റമുണ്ടായി. ആ ഭരണമാറ്റത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും നാം കണ്ടു. അതായത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, തൃണമൂൽ പാർട്ടി ഒഴികെയുള്ള, തൃണമൂൽ കോൺഗ്രസ് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള വിലക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP NDA സർക്കാർ അധികാരമേറ്റതോടുകൂടി CPIM പോലുള്ള, കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ പാർട്ടി ഓഫീസുകൾ, എത്രയോ വർഷമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കൈയടക്കി വച്ചിരുന്ന, താഴിട്ട് കൂട്ടിയിരുന്ന എത്രയോ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്ഥിതി അതത് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഉണ്ടായി. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളെ കാണാതെ ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ
BJP എന്തോ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന ഒരു ചിത്രമാണ് കേരളത്തിലൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതേസമയം യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഏറെ വർഷങ്ങൾക്ക് ശേഷം തൃണമൂൽ അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് ലഭിച്ചത് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ യഥാർത്ഥ ചിത്രത്തെ മറച്ചു വെക്കുക എന്ന കേരളത്തിലെ കപട രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിരെയുള്ള ഒരു കണ്ണാടിയാണ് സത്യത്തിൽ ഉത്തർപ്രദേശിലെ ജവാറിലെ വിമാനത്താവള ഉദ്ഘാടന ദിവസം കണ്ടത്. അവിടെ ഇത്രയും കാലം ഉപജീവനത്തിന് വഴിയില്ലാതിരുന്ന കർഷകരിലെ ഒരു വിഭാഗത്തിന്, അവിടെ ഭൂമി വിട്ടുകൊടുക്കാൻ മടിച്ച ഒരു വിഭാഗത്തിന് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ച് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫലപ്രദമായ രീതിയിൽ ആ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി എന്ന് മാത്രമല്ല, ഈ വിമാനത്താവളത്തിന് മുമ്പ് ഒരു പ്രസക്തി, ഈ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഡൽഹിയുമായി ഏറെക്കുറെ അടുത്തു നിൽക്കുന്ന പ്രദേശത്തുള്ള ഒരു വിമാനത്താവളമാണ്. ഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉൾക്കൊള്ളാവുന്നതിലേറെ വിമാന സർവീസുകൾ ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരേ ഒരു സാധ്യത തൊട്ടടുത്ത് മറ്റൊരു വിമാനത്താവളം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്നാഥ് സിംഗ് മുഖ്യമന്ത്രിയായിരിക്കെ നോയിഡയിൽ വിമാനത്താവളം, ഒരു അന്തർദേശീയ വിമാനത്താവളം എന്ന പദ്ധതി ആരംഭിച്ചത്. അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു. അങ്ങനെ ഒടുക്കം ഇപ്പോൾ യോഗിയും മോദിയും ഉൾപ്പെട്ട ടീം അതിന് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ്. ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ആവശ്യമായ ഒരു പദ്ധതിയാണ്. നോയിഡയും ഡൽഹിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ വാണിജ്യ രംഗത്തും ഒക്കെ ഏറെക്കുറെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മാറുന്ന രണ്ട് നഗരങ്ങളാണ് നോയിഡയും ഡൽഹിയും. അതുകൊണ്ട് തന്നെ നോയിഡയിൽ ഇതുപോലെ ഒരു വിമാനത്താവളം വരുന്നത് എന്തുകൊണ്ടും രാഷ്ട്ര തലസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ സഹായകമാകും. ഈ ഒരു പദ്ധതിയാണ് ഇത്രയധികം വൈകിച്ചത്. എന്തായാലും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു കൈകോർക്കൽ ഉണ്ടായതിലൂടെ ഇത്തരത്തിൽ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി എന്നത് വലിയ ഒരു വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. ഉത്തർപ്രദേശിനെ മാത്രം എടുക്കുമ്പോൾ ഇതൊരു വലിയ വികസന പദ്ധതി എന്ന് പറയാനില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ യോഗി മോദി ടീമിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വികസന പദ്ധതികളാണ് ഉത്തർപ്രദേശിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പട്ടികയിൽ ഒരു പദ്ധതി മാത്രമാണ് ജവാഹർലാൽ വിമാനത്താവളം. എന്നാൽ അതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ അതിനോട് ജനങ്ങൾക്കുള്ള പ്രതികരണം, എങ്ങനെ യോഗി ആദിത്യനാഥിനെ അവിടെയുള്ള മതാതീതമായി മതനിരപേക്ഷ സമൂഹം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ജവാർ. ഇത്തരത്തിലുള്ള പല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാധിക്കും, BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ അത്തരം കഥകളെ മതനിരപേക്ഷതയുടെ ഉദാഹരണമായി പോലും അവതരിപ്പിക്കാൻ മടിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാകേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം ഇടത് തീവ്ര ഇസ്ലാമിക ചിന്തയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയി, എത്രത്തോളം നിഷ്പക്ഷതയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇനി അങ്ങോട്ട് അവകാശപ്പെടാൻ സാധിക്കുക. അവയുടെ പ്രവർത്തനം അതിനുള്ള ഒരു തെളിവും നൽകുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ജവാർ വിമാനത്താവളം.